രോമാ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഈ നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ പ്രിയ സഹോദരൻ കെവിനാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂരിൽ ജോലിയോടൊപ്പം തന്നെ താനെ കർത്താവിന് വേണ്ടി ശക്തമായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ആത്മീയ ശുശ്രൂഷകളിൽ താൻ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രിയ സഹോദരന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിന്റെ മേലെ അവരെ സഹായിക്കട്ടെ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വിവരങ്ങൾ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങൾ അതിൽ പങ്കാളികളാകുക. തുടർന്ന് സാക്ഷ്യം പറയുന്നതിനായിട്ട് പ്രിയ കെവിനെ ഞങ്ങൾ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല സമയം ഈ എളിയവനൊരു സാക്ഷിയായി നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയതായ ഈ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് സകല മഹത്വം നൽകുന്നു. അപ്പോൾ തന്നെയും ഈ അരോമ ചാനലിൽ എനിക്കും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു. ഇത് നടത്തുന്നതായ പ്രിയപ്പെട്ട ബഹുമാന്യ ഡാനിയൽ ജോൺ പാസ്റ്റർ എനിക്കൊരു അവസരം ഇങ്ങനെ നൽകി. അനേക സാക്ഷ്യം ഈ ചാനലിലൂടെ കണ്ടിട്ടുണ്ട്. പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും ഈ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ബലവും ധൈര്യവും എനിക്കും പേഴ്സണലായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഈ ഒരു സാക്ഷ്യം പറയുമ്പം എൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ ഈ എളിയവന്റെ സാക്ഷ്യവും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അതൊരു അനുഗ്രഹവും വിടുതലുമാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. എൻ്റെ പേര് കെവിൻ എന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി എന്ന സ്ഥലത്താണ് എൻ്റെ സ്ഥലം. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ഞാൻ എൻ്റെ ബാല്യകാലത്തെ പറ്റിയൊക്കെ ഞാൻ സാക്ഷ്യം പറയാൻ ഇങ്ങനെ വളരെയധികം കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഞാനൊക്കെ ആയിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുവാൻ ഇടയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കണ്ടുമുട്ടുവാൻ എൻ്റെ 15ാമത്തെ വയസ്സിൽ എനിക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാൻ സാധിച്ചു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഞാൻ വളരെയധികം സൗഹൃദങ്ങളും ഫ്രണ്ട്ഷിപ്പും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ പിതാവ്, മാതാവ്, എനിക്ക് ഇളയൊരു സഹോദരിയുണ്ട്, ഒരു സഹോദരനുണ്ട്. അപ്പോ അന്നത്തെ ആ സമയത്ത് ഞാൻ വളരെയധികം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അത്ര സമാധാനപരമായ ഒരു ജീവിതമൊന്നും ആയിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ ഞാൻ കണ്ടു വളർന്നു വരുന്നത് വളരെ സങ്കീർണവും ഭയങ്കര അടിയും വഴക്കും ബഹളവും ഒക്കെ അതിന്റെ ഇടയിലൂടെയൊക്കെയാണ് വളർന്നു വരുന്നത്. എൻ്റെ പിതാവ് ഇങ്ങനെയൊക്കെ മദ്യപിച്ചൊക്കെ വരുന്നതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോ ചെറുപ്പം മുതലേ എൻ്റെ ഹൃദയത്തിനകത്തൊരു വലിയ സംശയമുണ്ട്. അത് എല്ലാവരുടെയും ഉള്ളിലുള്ളതായിരിക്കാം. എന്നാൽ ചെറുപ്പം മുതലേ എൻ്റെ ഹൃദയത്തിൽ ഒരു സംശയമുണ്ട്. ദൈവമുണ്ടോ എന്നൊരു സംശയം എൻ്റെ ഹൃദയത്തിൽ വളരെയധികമായിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സൗഹൃദങ്ങളുടെ ഇടയിലൊക്കെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലൊക്കെയും ആയിരിക്കുമ്പോഴും എൻ്റെ വിശ്വാസപ്രകാരം ഞാനായിരുന്നത് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലായിരുന്നില്ല. അപ്പോൾ തന്നെയും എനിക്ക് വളരെയധികം സുഹൃത്തുക്കളുണ്ട്, ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കോഴഞ്ചേരി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. റാന്നി, ആറന്മുള, മാരാമണ്ണ്, കുമ്പനാട്, തിരുവല്ലയുടെയൊക്കെ നടുവിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഇഷ്ടംപോലെ വിശ്വാസികളുണ്ട്, ദേവദാസന്മാരുടെ മക്കളുണ്ട്. അവരൊക്കെയായിരുന്നു എൻ്റെ സൗഹൃദങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ. അപ്പോൾ തന്നെയും എൻ്റെ വിശ്വാസപ്രകാരമൊക്കെ ഞങ്ങൾ പോകുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ സംശയമുണ്ട്. ദൈവമുണ്ടോ എന്നൊരു സംശയം. ഉദാഹരണം, ഇപ്പം ഞങ്ങൾ അന്നത്തെ ആ വിശ്വാസപ്രകാരമുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ കൈയൊക്കെ തൊഴുത് കണ്ണടച്ച് നിൽക്കുമ്പോൾ മുൻപിലൊരു ദൈവമുണ്ട്. അപ്പൊ അതിന്റെ മുൻപിലേക്ക് കൈ കൂപ്പുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ വലിയ സംശയമുണ്ട്. എന്തിനാണ് ഞാൻ കണ്ണടയ്ക്കുന്നത്? കാരണം ഇവിടെ ആള് നിപ്പുണ്ടല്ലോ, ഞാൻ പിന്നെ എന്തിനാണ് കണ്ണടയ്ക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള അന്നത്തെ എൻ്റെ പ്രായത്തിന്റെ പക്വതയില്ലായ്മയോ എന്തോ അറിയില്ല. എന്നാലും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ, ഇത് ആരോടും നമുക്ക് ചിലപ്പോൾ തുറന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംശയം നിലനിൽക്കുമ്പോൾ തന്നെയും ഞാൻ ജനിച്ചു വളർന്ന വിശ്വാസത്തിൽ നല്ല ഒരു മുന്നോട്ട് തന്നെ അങ്ങനെ ഉള്ളതായിരിക്കാം. കാരണം പ്രായമുള്ള ആളുകൾ നമ്മളെ ഗൈഡ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഭവനത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഒരു ദൈവത്തിന്റെ ഭാഗ്യം ഞങ്ങളെ തേടി വന്നു. കർത്താവിന്റെ വലിയ ഭാഗ്യം തേടി വന്നു. എൻ്റെ പിതാവ് ഡ്രൈവറായിരുന്നു, ഇപ്പോൾ സൗദിയുടെ പ്രദേശത്തായിരിക്കുന്നു. അന്ന് ഇങ്ങനെ
ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പ്രിയ ഞാൻ അന്ന് കോഴഞ്ചേരി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ദേവദാസനായിരുന്ന പാസ്റ്റർ സി വി എബ്രഹാമിന്, അപ്പൊ എന്റെ പിതാവ് അന്നൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, ഐസക് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ്. അപ്പം ആ ദേവദാസിന്റെ പരിചയത്തില് ഈ സി വി എബ്രഹാം പാസ്റ്റർ ഒരു കാർ എടുത്തപ്പോൾ ഡ്രൈവിംഗ് പഠിക്കണം. അങ്ങനെ എന്റെ പിതാവും സി വി എബ്രഹാം പാസ്റ്ററും തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാവുകയാണ്. അങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെയും ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഈ പാസ്റ്റർ ഇങ്ങനെ സുവിശേഷം പറയും. അപ്പൊ എന്റെ പിതാവ് അന്നേ ഒത്തിരി വായിക്കുന്ന ആളാണ്, ഒത്തിരി വായനാശീലമൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ വചനം പറയും. അപ്പൊ ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞ് അങ്ങനെ സി വി എബ്രഹാം പാസ്റ്റർ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്റെ പിതാവ് ഒരു വിശ്വാസിയായി മാറി. അപ്പം അത് അങ്ങനെ പ്രാർത്ഥനകൾക്ക് പോകും. അപ്പൊ നമ്മുടെ വീട്ടിൽ അറിയത്തില്ല ഈ കാര്യം, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാൻ 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയം. അപ്പൊ എന്റെ അമ്മ വന്നിട്ട് ഇതിനെല്ലാം വളരെ എതിരാണ്, ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾക്ക്, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കും. വീട്ടിലൊക്കെ പാസ്റ്റർമാരാരെങ്കിലും വിസിറ്റിങ്ങിന് ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ കയറ്റത്തില്ല, അവരോട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകാൻ പറയുക, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബന്ധക്കോസുകാരൊക്കെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ എഴുന്നേറ്റ് മാറുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവക്കാരിയായിരുന്നു എന്റെ മാതാവ്. അപ്പം വീട്ടിൽ നിന്നും എന്റെ പിതാവിന് അങ്ങനെ ഒരു സപ്പോർട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും എന്റെ അനിയത്തിയൊക്കെ ചെറിയ പ്രായമാണ്. അപ്പൊ എന്റെ പിതാവ് വന്നിട്ട് ഞങ്ങളെ ചർച്ചിൽ കൊണ്ടു. അപ്പൊ ഞാൻ അങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് അവിടെ പോയി ഇരിക്കുമ്പം, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടേതായ രീതിയിലുള്ള വിശ്വാസപ്രകാരം ഒക്കെ പോകുന്ന സ്ഥലങ്ങളിൽ പലതും നമുക്ക് കാണാനുണ്ട്, കേൾക്കാനും കാണാനും ഒക്കെ ഉണ്ട്. ഇവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടെ ചെന്നപ്പോ ഒരു വചനം എഴുതിയ ഒരു ബോർഡ് ഇവിടെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ തൂക്കിയ ഒരു ബോർഡ്. ഞാൻ ഇതിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. എനിക്ക് അവിടെ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കൈയടിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം നമുക്കൊരു അന്നത്തെ പ്രായത്തിൽ നമ്മളത് ഒന്നും മനസ്സിലാകില്ല, എന്നാലും അവിടെ പോയിരിക്കും. അപ്പൊ പോയിരിക്കും, ഇത് കഴിഞ്ഞ് തിരിച്ചു വരും, ഇടയ്ക്കൊക്കെ സൺഡേയിൽ ഇങ്ങനെ പോകും. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ആ ഒരു കാലഘട്ടത്തിലാണ്, അങ്ങനെ ഇവർ ഇരിക്കുന്ന സമയത്താണ് എന്റെ ഏറ്റവും ഇളയ അനിയൻ, അവന് ഒരു ജനിച്ചതിന് ശേഷം അവനൊരു ന്യൂമോണിയ ഒക്കെ കൂടിയിട്ട് ട്രിവാൻഡ്രം SIT ഹോസ്പിറ്റലിൽ, അപ്പൊ അത് അങ്ങനെ അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി വളരെയധികം സീരിയസ് ഒരു ഘട്ടത്തിലൂടെ പോവുകയാണ്. അപ്പം ഒരു രക്ഷയില്ല, ഇനി മുന്നോട്ട് ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമ്പോൾ എന്റെ പിതാവാണെങ്കിൽ അമ്മയോട് പറഞ്ഞു, നമുക്ക് അവിടെ പള്ളിയിലൊന്ന് പോയിട്ട് പ്രാർത്ഥിക്കാൻ പറയാം. അങ്ങനെ അവര് അവിടെയൊക്കെ ഈ വിഷയങ്ങൾ വിളിച്ച് പറയുകയും അവർ അനേകർ പ്രാർത്ഥിക്കുക എടുക്കുകയൊക്കെ ചെയ്തു. കർത്താവ് അവനെ ട്രീറ്റ്മെന്റിന് ശേഷം അവൻ നല്ല ഒരു ആരോഗ്യത്തോടെ അതിനകത്തുനിന്ന് മടങ്ങി വരാനൊക്കെ എങ്കിൽ തന്നെയും ഞങ്ങൾ ആരും ആ വിശ്വാസത്തിലേക്ക് ഉറച്ച് അതിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെയാണ് എന്റെ മാതാവിന് ഒരു വലിയ, എന്റെ അമ്മയ്ക്ക് ഒരു വലിയൊരു അസുഖം പിടിപെടുന്നത്. അപ്പം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പള്ളിയിലൊക്കെ ഇങ്ങനെ പോകുമ്പം, ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പം, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് അമ്മ അപ്പം വരത്തില്ല ഞങ്ങളുടെ കൂടെ ഞായറാഴ്ച. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്റെ കൈ ഒടിഞ്ഞു. ഞാൻ എന്റെ അനിയന്റെ ഈ തൊട്ടില് കെട്ടിയത് അതിനകത്ത് കയറി ഞാൻ ആടി. അപ്പൊ ഞാൻ ചെറിയ പയ്യൻ 7ാം ക്ലാസ്സിൽ ആ സമയത്ത്. അപ്പൊ ഞാൻ ഇതിൽ കയറി ഞാനിങ്ങനെ ആടിയപ്പോഴത്തേക്കും ഞാൻ താഴെ വീണ് എന്റെ കൈ ഒടിഞ്ഞു. അപ്പൊ കൈ ഇങ്ങനെ ഒടിഞ്ഞ് ഞാൻ വീണപ്പോഴേ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, കണ്ടോ, നീ നമ്മുടെ ദൈവങ്ങളെയൊക്കെ വിട്ടുപോയതുകൊണ്ട് നിനക്ക് കിട്ടിയ ശിക്ഷയാണെന്ന്. അപ്പൊ എന്റെ ചെറിയ ആ ഒരു പ്രായത്തിൽ ഞാനപ്പോ ആലോചിച്ചു, ചിലപ്പോ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ തൊട്ട്, അപ്പം എന്റെ പിതാവാണെങ്കിൽ സഭയിൽ ചർച്ചിൽ പോകാൻ എന്നെ നിർബന്ധിക്കുമ്പോൾ ഞാൻ വരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ പള്ളിയിലോട്ടൊന്നും പോകത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എന്റെ അമ്മയ്ക്ക് വലിയൊരു രോഗം, അമ്മയ്ക്ക് ഈ UTI, അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ലോക്കൽ ഹോസ്പിറ്റലിൽ തന്നെ, അവിടെ തന്നെ ചികിത്സയിൽ അവിടുത്തെ ഡോക്ടേഴ്സുമാരെ തന്നെ പറഞ്ഞു, അന്നത്തെ കാലഘട്ടത്തിൽ അപ്പൊ പറഞ്ഞു, ഇനി എങ്ങോട്ടും ഇനി ട്രീറ്റ്മെന്റിനൊന്നും പോകേണ്ട കാര്യമില്ല, ഇത് ഇപ്പം യൂട്രസിൽ മുഴയുണ്ട്, ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം ഭയങ്കരമായിട്ട് പസ് നിറഞ്ഞിട്ടുണ്ട്, കത്തീറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പം ഇനി ഇത് ഒരു രക്ഷയില്ല, ഇനി മുന്നോട്ടൊരു രക്ഷയില്ല. ആ ഒരു ഘട്ടമാണ്. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ കാണാനുള്ളവരെയൊക്കെ വിളിച്ചോ, ഒന്ന് കണ്ടോ എന്നൊക്കെ ഒരു ആ ഒരു സമയമായി. അങ്ങനെ അപ്പൊ എനിക്ക് എന്റെ സാക്ഷി പറയുമ്പോൾ എന്റെ അമ്മയുടെ സാക്ഷി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അമ്മയുടെ സാക്ഷി, അമ്മയുടെ മാറ്റങ്ങളാണ് എന്നെ കൂടുതലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പം അമ്മ അങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എല്ലാ പ്രതീക്ഷയും നഷ്ടമായി. അപ്പൊ എല്ലാ പ്രതീക്ഷകളും പോയി. ഇനി ഒരു രക്ഷയില്ല, ഇനി മുന്നോട്ട്
കാരണം വിശ്വാസം ഉണ്ടായിരുന്നിടത്തൊക്കെ പല നേർച്ചകളും കാഴ്ചകളും ഒക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാം ചെയ്യാന്ന് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. ഹോപ്പ്ലെസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മാവേലിക്കരയിൽ നിന്ന് ഒരു 3 സ്ത്രീകൾ, അവരുടെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ആ 3 സ്ത്രീകൾ അവിടെ വന്നു. അവര് ഹോസ്പിറ്റൽ വിസിറ്റ് ആണ്. അവര് കടന്നു വന്ന് അമ്മയെ കണ്ട്. ചെറുപ്പക്കാരിയാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ അവര് വന്നിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവര് ട്രാക്ട് ഒക്കെ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട്, അപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം അവര് അമ്മയോട്, അപ്പൊ അന്ന് നമുക്കറിയത്തില്ല, പക്ഷെ അമ്മയോട് ഇങ്ങനെ ഒരു വചനം പറഞ്ഞു, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ നാമത്തെ വർണ്ണിക്കൂ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ ഇത് കേട്ടു. ഇത് കേട്ടതിന് ശേഷം അമ്മയ്ക്ക് ഒരു ഇനി ഇത് ഒരു ഇപ്പൊ ഒരു ഇനി ഒരു പിടിവലിയില്ല, അവസാന ഘട്ടമാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അമ്മ എന്നിട്ട് ഇവരെ പുച്ഛിച്ച്, അപ്പൊ ഇവര് പ്രാർത്ഥിച്ചിട്ട് പോയി. അങ്ങനെയൊക്കെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അമ്മ ഈ ട്രാക്ട് ഒക്കെ എടുത്ത് വായിച്ചു, ഈ പേപ്പറുകളൊക്കെ വായിച്ചു. അപ്പൊ അതിനകത്ത് സ്നാനപ്പെടണമെന്നുണ്ട്. അപ്പൊ എന്റെ പിതാവ് വിശ്വാസത്തിലേക്ക് വന്നു. എന്റെ പിതാവ് ഒരു ദിവസം അന്ന് ഓൺലൈൻ പ്രയർ ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ ഒരു ഓൺലൈൻ പ്രയറിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് സ്നാനപ്പെടുന്നത്. അപ്പം വീട്ടിലേക്ക് ഒരു ദിവസം വരുമ്പം ഒരു പ്ലാസ്റ്റിക് കവറുമായിട്ട് വന്നു. അതിനകത്ത് ഒരു ബൈബിൾ ഒരു നനഞ്ഞ തോർത്തു. അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് അന്ന് സ്നാനപ്പെടുന്നതൊക്കെ. അപ്പൊ ഭയങ്കര എതിരായിരുന്നു വീട്ടിൽ, ഭയങ്കര വഴക്ക് ബഹളമൊക്കെ ആയിരുന്നു സ്നാനപ്പെട്ടതിന്. അപ്പൊ അമ്മ ഈ ട്രാക്ട് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, സ്നാനപ്പെടണം എന്നൊരു സംഭവം ഇത് വാസ്തവമാണെന്നുള്ളത് ഈ പേപ്പറുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അമ്മ എന്നിട്ടും പുച്ഛിച്ച് ഒരു ഇതില്ലാതെ ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അമ്മ ഒരു സൗണ്ട് കേട്ടു, ഒരു ശബ്ദം. അമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അമ്മയുടെ അടുക്കൽ വന്നിട്ട് ഒരു ശബ്ദം, ഞാൻ നിന്റെ പാപത്തിന് വേണ്ടി, ഞാൻ നിന്റെ ശാപത്തിന് വേണ്ടി, ഞാൻ നിന്റെ രോഗത്തിന് വേണ്ടി ഞാൻ ക്രൂശിൽ മരിച്ചു എന്നൊരു ശബ്ദം കേട്ടു. അപ്പൊ അമ്മ ചോദിച്ചു, നീ ആരാണെന്ന്. ഞാൻ യേശു ആണെന്നൊരു ശബ്ദം കേട്ടു. അപ്പൊ അമ്മ അവിടെ കിടന്നുകൊണ്ട്, ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു, ശരി, നീ ജീവനുള്ള ദൈവമാണെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുക, എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുക എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞ് സംഭവിക്കുന്നത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 3-3:30 സമയത്താണ്. അപ്പൊ അതിനുശേഷം അമ്മയുടെ ശരീരം ഭയങ്കരമായിട്ട് ചൂട് കയറാൻ തുടങ്ങി. അപ്പൊ അന്ന് അമ്മയുടെ അമ്മാമ്മ അന്ന് കൂടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവര് പനിയാണ്, ഫീവറാണെന്ന് വിചാരിച്ചിട്ട് ദേഹമൊക്കെ നനച്ച് തുടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു രാത്രി ഒരു 9:30-10 ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും അമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ അമ്മ ഇങ്ങനെ കണ്ണു തുറന്നിങ്ങനെ കിടക്കുവാണ്. അപ്പൊ നോക്കുമ്പം മുകളിലെ ലൈറ്റ്, ട്യൂബ് ലൈറ്റ്, വെട്ടത്തിനെക്കാട്ടിലും ഒരു വലിയ വെളിച്ചം, അതിനെക്കാട്ടിലും ഒരു വലിയ വെളിച്ചം അതിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു. ആ വെളിച്ചം ഇറങ്ങി വന്ന് അമ്മയുടെ ഉദരത്തിലും അമ്മയുടെ കണ്ണുകളിലും സ്പർശിച്ചു. ഇത് സ്പർശിച്ചതും അമ്മ നിലവിളിച്ചു. അമ്മയുടെ അമ്മ ഓടി വന്നിട്ട് അടുത്ത് വന്നു. അമ്മയുടെ അമ്മ കരുതി സംഭവം അവസാന സമയമാണെന്നാ പറഞ്ഞത്, അങ്ങനെ ആയിരിക്കുമെന്ന് കരുതി. അപ്പം അന്ന് അമ്മ നാളുകളായി നന്നായിട്ട് ഉറങ്ങിയിട്ട്, അപ്പൊ അന്നത്തെ ആ ഒരു വലിയ വെളിച്ചം ഇറങ്ങി വന്ന് അമ്മയുടെ ഉദരത്തിലും കണ്ണിലും സ്പർശിച്ചതും ഈ യൂറിനും പസ്സും എല്ലാം അടിച്ച് പുറത്തുപോയി. അപ്പോൾ തന്നെയും ഇതെല്ലാം അടിച്ച് പുറത്തുപോയി. പറയട്ടെ, യൂട്രസിലുണ്ടായിരുന്ന മുഴ ഉൾപ്പെടെ സൗഖ്യമായി. അങ്ങനെ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. അമ്മ അന്ന് അപ്പോൾ തന്നെ നിലവിളിച്ചിട്ട് ബോധം പോയി, പിന്നെ ഉറങ്ങിയിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി. അന്ന് രാവിലെ എഴുന്നേറ്റിട്ട് അമ്മ കട്ടിലിൽ എഴുന്നേറ്റ് ഇരിക്കാനുള്ള രീതിയിലേക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ സൗഖ്യം അമ്മയുടെ മേൽ കർത്താവ് കൊടുത്തു. അങ്ങനെ അമ്മയ്ക്ക് സൗഖ്യമായതിനു ശേഷം ഇത് എങ്ങനെ ആരോട് പറയണം, എന്ത് പറയണമെന്ന് അറിയില്ല അമ്മ. അങ്ങനെ അതിനുശേഷം എന്റെ പിതാവിന്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തു, എനിക്ക് നിങ്ങൾ അന്ന് പറഞ്ഞു നിങ്ങളുടെ ചർച്ചിൽ ഒന്ന് പോകണം. അന്ന് ഞങ്ങള് ഒരു പ്രാവശ്യം അമ്മേനെ ആ ചർച്ചിൽ കൊണ്ടുപോയി ആരാധനയുടെ ഇടയിൽ എല്ലാവരും ആരാധിക്കുമ്പോൾ അമ്മ ഇറങ്ങിപ്പോരുന്നു ചർച്ചിൽ നിന്ന്. എനിക്ക് നിങ്ങളെ ഇങ്ങനെ കിടന്ന് എല്ലാവരും കൈയടിക്കുന്നതിന്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്ന അമ്മ, അന്ന് അമ്മ തന്നെ എന്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് ആ സഭയിലൊന്ന് പോകണം, എനിക്ക് അവിടെ പോയി ഒന്ന് ആരാധിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അന്ന് ആ സഭയിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്ന് അപ്പോൾ അവിടെ വലിയൊരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പൊ ഉപവാസ പ്രാർത്ഥനയുടെ ശേഷം പാസ്റ്റർ വന്നിട്ട്, കണ്ടിട്ടുണ്ടല്ലോ സിസ്റ്ററിനെ, പക്ഷേ മനസ്സിലായില്ല. അപ്പം പറഞ്ഞു ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അനേക ഉപവാസ പ്രാർത്ഥനകൾ കണ്ടക്ട് ചെയ്യുകയും അനേക ഉപവാസ പ്രാർത്ഥനകൾക്കും മറ്റുമൊക്കെയും പങ്കെടുക്കുകയും ആ ആരാധനകൾ, ഉപവാസ പ്രാർത്ഥനകളൊക്കെയും ജീവിതത്തിൽ വലിയ വ്യത്യാസമായി. അമ്മയ്ക്ക് ഒരു വലിയ മാറ്റം സംഭവിച്ചു. കാരണം ഞാൻ അമ്മേനെ എന്റെ ചെറുപ്പം മുതൽ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല്, ഒരു അമ്മ അധികം അങ്ങനെ സംസാരിക്കത്തില്ല, കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പ്. അമ്മ അങ്ങനെ അധികം മിണ്ടത്തില്ല, മുഖത്ത് അങ്ങനെ ഒരു പ്രസരിപ്പോ അങ്ങനെ ഒരു ചിരിയോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഈ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അമ്മയുടെ മുഖത്ത് തന്നെ അങ്ങ് മാറി.
ആളങ്ങ് മാറി, നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി, മിണ്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് വൈകിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിക്കും. അപ്പൊ എന്നെ വിളിച്ചിട്ട് വാ നീ പ്രാർത്ഥനയ്ക്ക് വാ, നമുക്ക് പോകാം. അപ്പൊ ഞാൻ അന്നൊരു വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം അച്ഛൻ ഇങ്ങനെ കൊണ്ടുപോയി, അന്ന് ഞാൻ ഇങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ അമ്മ ഇപ്പൊ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ ഇങ്ങനെ പല കാര്യങ്ങൾ, അപ്പൊ എനിക്ക് മൊത്തത്തിൽ സംശയവും കാര്യങ്ങളുണ്ട്. അമ്മ ഇപ്പൊ പോകുന്നത് ഇത് ഉറപ്പാണോ, ഞാൻ വരണോ, എന്താണെന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ അറിഞ്ഞ ദൈവം സത്യമാണ്, ഞാൻ സത്യമായിട്ട് അറിഞ്ഞതാണ്, നീ എന്റെ കൂടെ വാ, നീ അനുഗ്രഹിക്കപ്പെടും, നീ പ്രാർത്ഥനയ്ക്ക് വാങ്ങുക. അങ്ങനെ അന്ന് മുതൽ ഞാൻ വൈകുന്നേരങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക്, സ്കൂൾ കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കും. അന്നൊക്കെയും വളരെ ശക്തമായ ദൈവദാസന്മാർ, ഇപ്പം വലിയ വലിയ ക്രൂസൈഡുകളും കൺവെൻഷനുകളും പ്രസംഗിക്കുന്ന ദൈവദാസന്മാരൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്ത് 2000 ആ ഒരു സമയത്ത് അവരൊക്കെ അന്ന് സഭകളിൽ വന്ന് ശുശ്രൂഷിച്ച് അവരൊക്കെയും ആ ഒരു ലെവലിൽ കയറി വരുന്ന സമയങ്ങളാണ്. അപ്പോ ശക്തമായ ആരാധനകൾ. അങ്ങനെ ഞാൻ ഈ ആരാധനകൾ, ഞാൻ ഈ പ്രാർത്ഥനകൾ, ഞാൻ ഈ കൂട്ടായ്മകൾക്കൊക്കെ എല്ലാ ദിവസവും, മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ കൈയടിച്ച് ആരാധിക്കും. എല്ലാവരും കൈയടിച്ച് ആരാധിക്കുന്നതിന്റെ കൂടെ ഞാനും കൈയടിച്ച് ആരാധിക്കും. ഇങ്ങനെ കൈയടിച്ച് ആരാധിക്കുന്ന സമയത്ത് എന്റെ ഹൃദയത്തിനകത്ത് ഒരു പ്രത്യേക ഒരു സുഖം, എന്താണത്, അത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. എന്നാൽ അതൊരു അനുഭവമാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു പ്രത്യേക അനുഭവം, ഒരു പവർ, ഒരു ശക്തി, അത് ഞാനിങ്ങനെ അനുഭവിക്കും. എന്നാൽ അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ, സ്കൂളിന്റെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത്, അന്ന് ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര വീട്ടിലൊക്കെ നല്ല അടക്കവും നല്ല ഡീസന്റ് ആയിട്ടൊക്കെ ആണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലേക്ക് വന്നു കഴിയുമ്പോൾ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഭയങ്കര സൗഹൃദങ്ങളും ഭയങ്കര എന്താ പറയുക, ചാട്ടവും ഓട്ടവും ഭയങ്കര ആ ഒരു ഇതാണ്. അപ്പൊ ഞാൻ പകലൊക്കെ വന്ന് കൂട്ടുകാരുടെ കൂടെ കറങ്ങി അടിച്ചൊക്കെ പുറത്തൊക്കെ നടന്ന് അങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ വൈകുന്നേരം വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൂട്ടുകാരുടെ കൂടെ ഒക്കെ സംസാരിച്ചെടുത്തൊക്കെ വരുമ്പോൾ നമുക്ക് എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യും. ഈ ഒരു ആരാധിക്കാൻ നേരത്തെ ഈ ഒരു സുഖം അങ്ങോട്ട് കിട്ടുന്നില്ല അങ്ങനെ. അപ്പം ആരും പറഞ്ഞിട്ടില്ല, അപ്പൊ തന്നെ നമ്മൾ പറയും, കർത്താവ് എന്നോട് ക്ഷമിക്കണേ, എന്റെ വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും ചിന്തയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. തന്നെത്താൻ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ വീണ്ടും എനിക്ക് ഒരു സുഖം അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ പിന്നത്തേതിൽ ഞാനത് മനസ്സിലായി, ശക്തമായി അത് പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യമാണ്, ദൈവത്തിന്റെ ഒരു സാന്നിധ്യമാണെന്ന് പ്രായത്തിൽ തന്നെ എനിക്ക് ആ അതിയായ ആഗ്രഹം എന്റെ ഹൃദയത്തിനകത്ത് വളരെ വലുതായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആഗ്രഹത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനകൾക്കൊക്കെ പങ്കെടുക്കും. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ എന്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും എല്ലാം പോയി. അതിനുശേഷം അമ്മയാണെങ്കിലും ഇങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ ഒന്നിച്ചിരുന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ദൂതൊക്കെ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഞാനിങ്ങനെ നടന്നൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ വൈകുന്നേരം വന്ന് അമ്മയുടെ കൂടെ വന്നിരുന്നിട്ട് ഞാനിങ്ങനെ ആരാധിക്കുമ്പം അമ്മ എന്നോട് പറയും, മോനെ, നീ ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് 3 ഫ്രണ്ട്സിന്റെ കൂടെ തോളത്ത് കൈയിട്ട് ഒരു ഇടവഴി കൂടെ നടന്നു വന്ന് ഞാൻ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ദൂതുകൾ. എനിക്ക് ദൈവമേ, ഇത് ജീവിക്കുന്ന ദൈവമാണല്ലോ. എന്റെ അമ്മ തന്നെ ഇങ്ങനെ ഒരു ദൂത് പറയണമെങ്കിൽ, അമ്മയാണെങ്കിൽ ആരുമായിട്ടും, എന്റെ ഫ്രണ്ട്സ് ആയിട്ടോ സുഹൃത്തുക്കളായിട്ടോ ആരുമായിട്ടും ഒരു ബന്ധമുള്ള ആളല്ല. പക്ഷെ ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പൊ എനിക്ക് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ എന്നെ പറ്റി പറയും, എന്നോടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പൊ ഞാൻ ദൈവത്തിന് വീണ്ടും ആശ്രയിക്കും, വീണ്ടും ഞാൻ ആഗ്രഹിക്കും, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഞാൻ കൊതിച്ചുകൊണ്ടേ ആയിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ്, പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയുടെ സമയം വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമയം എന്നോട് പറഞ്ഞു, മോനെ, നീ ഉപവസിക്കണം, നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഒരു 7 ദിവസം, നമ്മുടെ പ്രാർത്ഥനയുടെ ലാസ്റ്റ് ദിവസം നീ ഒരു 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അന്ന് നിനക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകവും ശക്തിയൊക്കെ ലഭിക്കും എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാന് അപ്പോഴത്തേക്കും അന്നത്തെ പ്രായത്തിന്റെ ഇതില് ഇനിയിപ്പോ നന്നാകാൻ പോവുക, അപ്പൊ എത്ര നശിച്ചാ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ക്ലാസ് കട്ട് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, അങ്ങനെയൊക്കെ അങ്ങ് നടക്കുക. അപ്പം എക്സാമിന്റെ സമയമായപ്പോഴത്തേക്കും എന്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആ സമയത്താണ് സംഭവിക്കുന്നത്. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ ഒരു തമാശ പോലെയൊക്കെ തോന്നുന്നെങ്കിലും അന്നത്തെ ആ ഒരു 15 വയസ്സിൽ ഞാൻ പോയ സാഹചര്യങ്ങൾ വളരെയധികം വിഷമകരമായതാണ്. അത് ഞാൻ അന്നെന്ന് പറയുമ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഞാൻ പോയി കൂടുന്നു പലപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ പോയി ഇടപെടും, അത് അവസാനം എന്റെ തലയിലാകും. അപ്പൊ എപ്പോഴും ഞാൻ ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് മിക്കപ്പോഴും സ്കൂളിൽ വിളിക്കാറുണ്ട്. അങ്ങനെ സ്കൂളിൽ അങ്ങനെ വിളിച്ച് അവസാനം എന്റെ പിതാവ് ലാസ്റ്റ് എന്നോട് പറഞ്ഞു, ഇനി
സ്കൂളിലോട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിട്ട് വിളിച്ചാൽ നിന്റെ കാലിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഒടിക്കുന്നു പറഞ്ഞു. അപ്പൊ അന്നത്തെ ആ ഒരു പ്രായത്തില് എനിക്ക് പേടിയായി. കാരണം എനിക്ക് ഇന്ന് നമ്മളൊരു ഈ ഒരു പ്രായത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അച്ഛൻ അങ്ങനെ പറഞ്ഞു, അതങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല, ഒരു പിതാവും അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ അന്നത്തെ ആ ഒരു പ്രായത്തിന്റെ ഇതില് എനിക്കൊരു ഭയം, ഇനി അച്ഛൻ അങ്ങനെ ചെയ്യൂ, അങ്ങനെ അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എന്റെ ഒരു സ്വഭാവം പ്രത്യേക ഒരു ചാട്ടവും മൂട്ടവും അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ രണ്ട് കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാകുവാണെങ്കിൽ നോർമലായിട്ട് ഒരാളാണെങ്കിൽ നമ്മൾ ഒന്നിയിൽ അത് കണ്ടിട്ട് അവിടുന്ന് മാറിപ്പോകും, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി അത് പിടിച്ചു മാറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ എന്റെ സ്വഭാവം അങ്ങനെയല്ല. ഞാനിപ്പോ രണ്ടുപേര് അടി ഉണ്ടാകുന്ന കാണുവാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് അതിനകത്ത് ഞാൻ ഇതിനകത്ത് ഇടപെട്ട് അവസാനം ഞാൻ ആ അടിയിൽ ഒരു പ്രധാന ആളായി മാറും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എന്റെ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. കാരണം നമ്മള് ചെറുപ്പം മുതലേ ഈ അടിയും ബഹളവും ഇങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഉള്ളിൽ തന്നെ വിദ്വേഷങ്ങളും വിരോധവും പകയും ഇതൊക്കെ എവിടെയോ വളർന്നു വന്നു. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ രീതികളിലാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പൊ കോപം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് കോപമുണ്ട്. അന്നത്തെ പ്രായത്തിൽ കോപം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ദേഷ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമൊക്കെയാണ്. 15 വയസ്സുള്ള സമയത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ അന്ന് ഒരു എന്റെ സുഹൃത്ത് തന്നെ ഒരു പയ്യനുമായിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ചെറിയൊരു അടിയും ബഹളവും ഒക്കെ ആയി. അപ്പൊ ഇപ്പോഴും ഞാൻ ഇന്ന് വൈകുന്നേരം ഇങ്ങനെ ആലോചിച്ചു, എന്തിനാണ് അന്ന് അടി ഉണ്ടായതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പൊ ചിലപ്പോ ഒരുപക്ഷെ അവനോട് ചോദിച്ചാൽ അവനും അറിയത്തില്ലായിരിക്കും അത് എന്തിനാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ ഈ അടിയും ബഹളവും ഒക്കെ ചുമ്മാ ഇങ്ങനെ നടക്കുവാണ്. അപ്പൊ അങ്ങനെ ആ അടി ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഇടയിൽ എന്റെ കൈ അവന്റെ മൂക്കിൽ കൊണ്ടിട്ട് അവന്റെ മൂക്കിൽ കൂടെ രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. അപ്പോ എനിക്ക് ഭയമായി. കാരണം ഞങ്ങളുടെ വെള്ള യൂണിഫോമാണ്, വെള്ള ഷർട്ടും കറുത്ത പാന്റുമാണ്. അപ്പൊ ഞാന് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ ഇവൻ മൂക്ക് പൊട്ടിയിട്ട് ഈ കൈ ഇങ്ങനെ മാറ്റിയതും ബ്ലഡ് ഇങ്ങനെ വീഴും. അപ്പൊ എനിക്ക് ഭയമായി. ഞാൻ പേടിച്ച് അന്നത്തെ ആ ഒരു പ്രായത്തിന്റെ പക്വതയില്ലായ്മയില് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കരുതി ഇനി ഇവിടെ നിന്ന ഒന്ന് ഇവരുടെ ഇവിടുന്ന് പ്രശ്നം, രണ്ട് എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ ഒരൊറ്റ കാര്യമുള്ളൂ, നാട് വിടുക എന്നുള്ളൊരു ഒറ്റ ഒരു ഓപ്ഷനിലോട്ട് ഞാൻ അങ്ങ് തിരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കോഴഞ്ചേരിയിൽ നിന്ന് അപ്പൊ തന്നെ ഒരു ബസ് കയറി ചെങ്ങന്നൂര് ചെന്നിറങ്ങുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ചെങ്ങന്നൂരിൽ നിന്ന് കിട്ടുന്ന ട്രെയിൻ ഏതാ അതിൽ കയറി അങ്ങ് പോവുക എന്നുള്ളതാണ് ചിന്ത. അപ്പോഴത്തേക്കിനും ഞാന് നേരെ ഒരു ബസ്സിൽ കയറി. അപ്പൊ ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഒരു ഇരുള് മൂടിയ ഒരു അവസ്ഥയിൽ ഞാൻ എന്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ഭാരം, ഒരു കല്ലെടുത്ത് വെച്ചതുപോലെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ വളരെ ദുഃഖിതനായി, വളരെ വേദനയോടെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ചെങ്ങന്നൂർ ടൗണിൽ വന്ന് ഇറങ്ങി. ആ ബസ്സിൽ നിന്ന് ഞാൻ വന്ന് ഇറങ്ങി. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത എന്റെ പ്ലാൻ നടന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ആ റോഡിലൂടെ നടന്ന് ഞാൻ ഇങ്ങനെ ചെങ്ങന്നൂര് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ട് പോവാ. അപ്പൊ റോഡ് ക്രോസ് ചെയ്യണം. ഞാൻ ഇങ്ങനെ റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്തതും ആ നടു റോഡിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു ദൈവശബ്ദം കേട്ടു. എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത്, മകനെ നീ എന്തിനാണ് നാട് വിടുന്നത്? ഈ ഒരു ശബ്ദം ഒരേ സമയം ഒരു പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണെങ്കിലും വലിയൊരു ശാന്തതയുടെ ഒരു സമാധാനത്തിന്റെ ആയിരുന്നു. ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ വന്ന ശബ്ദം എന്റെ ഹൃദയത്തിനകത്തിരുന്നതായ പാറക്കല്ലുകളെ ഇടിച്ചിളക്കി അത് ഫുൾ ഒഴുകി എവിടെയോ പോയി. ഞാൻ ഫുൾ അങ്ങ് ഫ്രീ ആയി. പെട്ടെന്ന് ഞാൻ അങ്ങ് റിലാക്സ്ഡ് ആയി. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഞാൻ ഒരു വലിയ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിൽക്കുകയാണ്, വലിയൊരു പ്രോബ്ലത്തിന്റെ. പക്ഷെ പെട്ടെന്ന് ആ പ്രശ്നം ഇല്ലാതായി മാറിയത് ഞാൻ അനുഭവിച്ചു. അപ്പോൾ അങ്ങനെ എന്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവം വന്നപ്പോഴത്തേക്കിനും ഞാൻ പെട്ടെന്ന് ഞാൻ റോഡിൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത എല്ലാം വളരെ പെട്ടപ്പെട്ടേന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ശരി ഞാൻ എന്തിനാ നാട് വിടുന്നത്? പെട്ടെന്ന് ഞാൻ നോക്കിയത് ഒരു പത്തനംതിട്ട ബസ് വരുന്നു. അപ്പൊ ഞാൻ ചാടി അതിൽ കയറി. എന്താണ് എനിക്ക് പെട്ടെന്ന് തോന്നി, നേരെ അമ്മയുടെ വീട്ടിലോട്ട് പോകും. അമ്മയുടെ വീട് പത്തനാപുരമാണ്. നേരെ അങ്ങോട്ടങ്ങ് പോകും. അവിടെ അമ്മാവന്മാരുണ്ടല്ലോ, അപ്പം കുഴപ്പമില്ല. അങ്ങനെ ഞാൻ നേരെ ആ ബസ്സിലേക്ക് ചാടിക്കയറി. അപ്പൊ എനിക്ക് ദൈവം ആ സമയത്ത് പെട്ടെന്ന് എന്റെ ജ്ഞാനം, എന്റെ നോളജ് തുറന്നു തന്നു. എനിക്ക് ഒരു ബുദ്ധി ഉപദേശിച്ചു തന്നു. അപ്പോൾ തന്നെ ഞാൻ വലിയൊരു ആശ്വാസം അനുഭവിച്ചു. ഞാൻ അവിടെ വലിയ ചെങ്ങന്നൂര് വലിയ തിരക്കേറിയ സ്ഥലമാണ്. അത്രയും തിരക്കിന്റെ ഇടയിൽ അത്രയും ആളുകളെല്ലാം നിൽക്കുന്നതിന്റെ മധ്യത്തില് ഒരു ശൗലൊരു വെളിച്ചം കണ്ടു എന്ന് പറയുന്നത് പോലെ, ഒരു ശബ്ദം കേട്ടു എന്ന് പറയുന്നത് പോലെ ഞാൻ ആ നടുറോഡിൽ വെച്ച് ഞാനൊരു ദൈവശബ്ദം കേട്ടു. അവിടെ അധികം ആളുകളും എല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ അവർക്ക് ആർക്കും ഒരു പക്ഷേ ആ ശബ്ദം കേൾക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഞാൻ ആ ശബ്ദം കേട്ടു. അത് കേവലം ഒരു ചിന്തയല്ല. ഒരു ചിന്തയാണെങ്കിൽ ഒരിക്കലും എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതൊരു വ്യക്തമായ ഒരു ശബ്ദമായിരുന്നു. അത് വലിയൊരു
ഒരു പ്രവൃത്തിയുള്ള ഒരു ശബ്ദമായിരുന്നു. എന്റെ ഹൃദയത്തിലെ ഭാരങ്ങളെ ഇടിച്ചു മാറ്റിക്കൊണ്ട് ഞാൻ ഫുള്ള് റിലാക്സ്ഡ് ആയി, ഞാൻ ഫുള്ള് ഫ്രീ ആയി. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ബസ് കയറി അമ്മയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞാൻ അതിനുശേഷം അവിടെ നിന്നിട്ട് ഞാൻ പിന്നീട് ഉപവാസ പ്രാർത്ഥനകൾക്കൊക്കെ പങ്കെടുക്കുവാനും ഒക്കെ ഞാൻ തുടങ്ങി. ഞാൻ പിന്നീട് ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, പൂർണ്ണമായി വിട്ടുകൊടുത്തു, ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. ദൈവത്തിന്റെ ആ ദൈവവേലയ്ക്കും ദൈവനാമ മഹത്വത്തിനും വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ഞാനൊരു 7 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയി. സഭയിൽ പോയി. നമ്മുടെ എന്റെ മാതൃസഭ കോഴഞ്ചേരി അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചാണ്. ഞാൻ ആ സഭയിൽ പോയി അവിടെ താമസിച്ചുകൊണ്ട് തന്നെ, പുറത്തെവിടെയും ഇറങ്ങാതെ അവിടെ താമസിച്ചുകൊണ്ട് തന്നെ 7 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. ആ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയില് 2ാമത്തെ ദിവസം ശക്തമേറിയ ഒരു ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം എന്റെ ഉച്ചുമുരുളങ്കാല് വരെയും വ്യാപരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ വലിയ സാന്നിധ്യം എന്നിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ പുതുഭാഷകളിൽ സംസാരിച്ചു. ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ദൈവ സാന്നിധ്യവും ഈ ദൈവിക ഭാഷയുടെ അടയാളം, പരിശുദ്ധാത്മാവിന്റെ നിറവാകുന്ന അന്യഭാഷ അടയാളത്തിൽ ആരാധിക്കണമെന്ന് ഞാൻ അതിയായ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. കാരണം എന്റെ സഹോദരി, എന്റെ സിസ്റ്റർ ആണെങ്കിൽ അന്ന് ഞാൻ എന്റെ സിസ്റ്ററിനെ കാണുന്നത് അവൾ അന്ന് ആ സമയങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതങ്ങളൊക്കെ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം. അപ്പൊ എന്റെ സഹോദരി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അങ്ങനെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവിന്റെ നിറവില് അന്യഭാഷയിൽ ആരാധിക്കുന്നത്. അപ്പൊ എനിക്ക് വലിയ വിശ്വാസവും എനിക്ക് വലിയ അതിയായ ആഗ്രഹവും തോന്നി. എനിക്ക് ഇത് വേണം, എനിക്കിത് കിട്ടും, എനിക്കിത് വേണമെന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ആ 2ാമത്തെ ദിവസം ദൈവത്തിന്റെ സാന്നിധ്യം ഇതിലേക്ക് ശക്തമായി ഇറങ്ങി വന്ന് ഞാൻ അന്യഭാഷകളിൽ ആരാധിച്ചു. അങ്ങനെ ഞാൻ ആരാധിക്കുമ്പോൾ എനിക്ക് ഈ ലോകം മുഴുവനും, എനിക്ക് ഈ സകലവും എനിക്ക് കിട്ടിയതുപോലെ ഞാൻ ഒരു നിമിഷം ഭയങ്കര സന്തോഷവാനായി. അപ്പോൾ തന്നെ ഞാൻ വളരെയധികം സന്തോഷവാനായപ്പോൾ തന്നെയും ഞാൻ വളരെയധികം എനിക്കൊരു നിഗളനം ഉണ്ടായി. അതായത് എനിക്ക് കിട്ടി, എനിക്കിതുണ്ട് എന്നുള്ള രീതി. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ ആരാധിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തൊരു ആരാധനയിൽ ഞാനിങ്ങനെ ആരാധിക്കുന്ന സമയത്ത് എനിക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതായത് ഞാൻ കൈയടിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ സാന്നിധ്യം അനുഭവിക്കുന്നില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്താണ് എനിക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാത്തത്? പെട്ടെന്ന് ഞാനൊരു വെളിപ്പാട് കാണുകയാണ്. എന്നെ ഒരു കസേര കാണിച്ചു. ആ കസേരയുടെ താഴെ ഒരു ചെറിയൊരു കുഞ്ഞ്, അതായത് മുഴങ്കാല് ഇങ്ങനെ കമന്നിങ്ങനെ ഉരുളുന്ന ഒരു പ്രായം. അത് ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുക. അതിനെ എഴുന്നേറ്റ് തന്നെ ഈ കസേരയിലൊന്നും കയറി ഇരിക്കാനൊന്നും പറ്റത്തില്ല. ആ ഒരു കുഞ്ഞിനെ ഞാൻ ഇങ്ങനെ കണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവമേ, ഇതെന്താണ്? അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, എന്റെ തെറ്റ് മനസ്സിലായി. എന്റെ ഹൃദയത്തിനകത്ത് അത് ഞാൻ എടുത്തു കളഞ്ഞു. കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കണമേ. എന്റെ മനസ്സിനെ ഞാൻ ഒരു കുഞ്ഞിനെ പോലെ ഞാൻ അതിനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതിനുശേഷം എനിക്ക് മനസ്സിലായി, ഈ ദൈവ സാന്നിധ്യവും ഈ ദൈവത്തിന്റെ കൃപയും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഒക്കെ അനുഭവിക്കുകയും അത് അനുഭവിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണമെങ്കിൽ ദൈവസന്നിധി നമ്മൾ എപ്പോഴും ഒരു നിഷ്കളങ്കതയും ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ ആയിരിക്കണം എന്നുള്ളത് എനിക്കന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. അന്നങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ അങ്ങനെ ആരാധിച്ചു, ആ സാന്നിധ്യം അനുഭവിച്ചു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉപവാസത്തിന്റെ 5ാമത്തെ ദിവസം ഞാൻ ഞങ്ങൾ അന്ന് സഭയിലൊക്കെ ഉപവാസ പ്രാർത്ഥന 2 സെക്ഷൻ ഉണ്ടെങ്കിലും രാത്രിയുടെ യാമങ്ങളിലൊക്കെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കും, എല്ലാവരും വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ രാത്രി എന്റെ ദേവദാസന്റെ വൈഫിന്റെ സഹോദരന്റെ മകൻ, അപ്പൊ ആ ബ്രദർ ആണെങ്കിൽ ഇതുപോലെ ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്ന സമയമാണ്. അദ്ദേഹം അന്ന് ശുശ്രൂഷയ്ക്കൊക്കെ പോകും. അപ്പൊ നമുക്ക് ശുശ്രൂഷ ഇതൊന്നും അറിയില്ല. നമ്മളിപ്പം ഈ അഭിഷേകം പ്രാപിച്ചു വന്ന സമയം. അപ്പൊ അങ്ങനെ ഞങ്ങൾ രാത്രി 2 മണി സമയത്ത് ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ആരാധിക്കുക. ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഞാനും ഈ ബ്രദറും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ആരാധിച്ചു. എന്നിട്ട് ഈ സഹോദരന്റെ പേര് ഡിബിൻ എന്നാണ്. ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ശരി, പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മളൊന്നുമില്ല, നമ്മൾ ഹൃദയം തുറന്നൊരു നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാം. നമുക്കങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഹൃദയം തുറന്നങ്ങ് സംസാരിക്കുക. അപ്പം ഞാനിങ്ങനെ ഈ സഹോദരന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഞാൻ പെട്ടെന്ന് കാണുവാണ് ഒരു വലിയൊരു തീയുടെ ഒരു വളയം അതിങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ആ
ആ ഒരു തീയുടെ വളയം വന്ന് എന്റെ ദേഹത്ത് വന്ന് വീഴുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ ഒരു തീയുടെ വളയം എന്റെ ദേഹത്ത് വന്ന് വീഴുന്നതായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി സംസാരിച്ച്, ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രീതി മാറി. എന്റെ നാവിൽ ഒരു ദൈവിക തീ സ്പർശനം ഉണ്ടായി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മാറിയിട്ട് ഒരു ശക്തമായ ഒരു സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞപ്പോ ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, കെവിനെ, ഇത് പ്രവചനത്തിന്റെ കൃപാവരമാണ്, പ്രവചനാത്മാവാണ്, ഇത് കളയരുത്, ദൈവം നിനക്ക് തന്ന ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഈ ഒരു കൃപാവരത്തെ ദൈവം എനിക്ക് നൽകിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു കൃപാവരം ഉണ്ട്, ഇതിന് പ്രവചനം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കതൊന്നും അറിയത്തില്ല. പണ്ട് അമ്മ എന്നോട് ദൂതുകളൊക്കെ പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നും, ഇത് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്, എന്താണെന്നൊക്കെ. അപ്പൊ അന്ന് എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ ഒരു കൃപയെ അങ്ങനെ പകർന്നു. പറയട്ടെ, അതിനുശേഷം ഞാൻ അന്ന് 10ാം ക്ലാസ്, അതിനുശേഷം നല്ല മാർക്കോടുകൂടി ദൈവം എനിക്കൊരു ജയം നൽകി. ഞാൻ 10ാം ക്ലാസ് പാസ്സായി. +1 +2 ഒക്കെ പഠിക്കാനായിട്ട് പിന്നീട് കർത്താവ് എനിക്ക് കൃപ നൽകി. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ എന്റെ സുഹൃത്ത്, ആ സഹോദരനെ ഞാൻ അന്ന് മർദ്ദിച്ച, അത് അങ്ങനെ സംഭവിച്ചത്, അദ്ദേഹത്തെ പിന്നീട് ഞാൻ എന്റെ പട്ടണത്തിൽ വെച്ചിട്ട് ഒരു ദിവസം കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് കയറി അയാളെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, എന്നിട്ട് ഞാൻ പറഞ്ഞടാ, എന്നോട് ക്ഷമിക്കണം, അന്ന് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ഞങ്ങൾ +2 ഒക്കെ ആയി. +2 ഒക്കെ ആയി അപ്പോഴത്തേക്കിനും. അവർ 2 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പം അവൻ എന്നോട് പറഞ്ഞു, എടാ, ഞാനും ഒന്ന് അങ്ങനെയൊക്കെ ഒരു നമ്മൾ ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ അറിഞ്ഞു നീ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയെന്ന്, നീ ഇങ്ങനെ ആള് മാറി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പം എന്റെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഒരു വലിയൊരു ഒരു സംസാരം, ഒരു ടോക്ക് തന്നെ ഞാൻ മാനസാന്തരപ്പെട്ടു. കാരണം ഞാൻ അന്ന് ഭയങ്കരമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരാളാണ്. ഫ്രണ്ട്സിന്റെ കൂടെ ഓടി നടക്കുന്ന, ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യുന്ന അങ്ങനത്തെ ഒരാളായിരുന്നു. പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ എന്റെ സിറ്റിയിൽ നിന്ന്, ഞങ്ങളുടെ കോഴഞ്ചേരി ടൗണിൽ നിന്ന് തന്നെ മാറി +1 +2 വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടാണ് പിന്നീട് ഞാൻ പഠിക്കുന്നത്. കാരണം ഈ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി പഠിക്കാനായിട്ട് പോയി. അപ്പൊ പിന്നെ ഞാൻ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് വരും. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സഭയിലോട്ട് പോകും. അപ്പൊ അന്ന് നമ്മുടെ കോഴഞ്ചേരി സഭയിൽ തന്നെ ദേവദാസന്മാര്, ബൈബിൾ കോളേജ് പഠിച്ചിറങ്ങിയ ദേവദാസന്മാർ അവിടെ താമസിച്ച്, നമ്മുടെ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ കോഴഞ്ചേരിയിലെ 15 വാർഡുകളും കയറി ഇറങ്ങി സുവിശേഷം പറയുന്ന ഒരു സമയമാണ്. അപ്പം ഞാനും അവരുടെ കൂടെ എല്ലാ ദിവസവും, മിക്ക ദിവസങ്ങളും, അപ്പം 15 വാർഡുകൾ എന്റെ ആ സ്ഥലത്ത്, എന്റെ ആ കോഴഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് 15 വാർഡുകളിലെയും മിക്ക വീടുകളും കയറി ഇറങ്ങി എനിക്ക് ഒരു സാക്ഷിയായിട്ട് സംസാരിക്കുവാൻ കർത്താവ് കൃപ നൽകി. ഞാൻ അനേക വ്യക്തികളോട് സുവിശേഷം പറഞ്ഞു. എനിക്ക് സുവിശേഷം വന്നാൽ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര അനുഭവമുണ്ട്. അപ്പൊ ഞാൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ, അവർ അടുക്കൽ പോയി നിന്ന് സംസാരിക്കുമ്പോൾ, ഞാൻ പോലും അറിയാതെ അവരുടെ ഹൃദയത്തിലെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന അവസ്ഥകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുവാൻ, അവരൊക്കെയും പലരും അന്ന് എന്റെ കൂടെ വന്ന ദൈവദാസന്മാർ അവരെ പലരെയും രക്ഷയുടെ മാർഗത്തിലേക്കൊക്കെ ഗൈഡ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്നെ കുറിച്ചുള്ള ഒരു പർപ്പസ് എനിക്ക് ഏകദേശം മനസ്സിലായി. ഞാൻ ഒരു വ്യക്തിയായി, അല്ലെങ്കിൽ ഒരു ജോലിയാണെങ്കിലും, അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും, എവിടെ പോയാലും ഒരു സാക്ഷിയായി നിൽക്കുക, എവിടെ പോയാലും കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ള ഒരു പർപ്പസ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത ആ ഒരു പ്രായത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ പോകുന്ന ഇടങ്ങളിൽ എവിടെ പോയാലും, എവിടെ പോയാലും ഒരു മാതൃകയായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകി. മുന്നോട്ട് പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും, ഓരോ അവസ്ഥകളിലും ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കാൻ തക്കവണ്ണം കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ എന്റെ അമ്മയുടെ ഫാമിലി എല്ലാം പൂർണ്ണമായിട്ട് കർത്താവിനെ അറിയുവാൻ, അതൊക്കെ വലിയ അത്ഭുതങ്ങളിലൂടെ അവരെല്ലാവരും യേശുവിനെ അറിയുവാൻ ഇടയായിത്തീർന്നു. എന്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരൻ ഇവര് പെന്തക്കോസ് ആയതുകൊണ്ട് ഞാൻ നാട് വിടുന്നു വരെ പറഞ്ഞ ആളാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങള വലിയ പൊട്ട് കുറിയൊക്കെ തൊട്ടിട്ട് അവിടെ ഇരിക്കും. അതായത് ഞാൻ ഇതിനെതിരാണ് എന്നുള്ള രീതി. പക്ഷെ അവരൊക്കെ തമ്മിൽ നമ്മൾ സ്നേഹബന്ധമുണ്ട്. പക്ഷെ അപ്പൊ തന്നെ ഇതിനെതിരാണ്, ഇതിന് ഓപ്പോസിറ്റാണ്. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ ആ അങ്കിള് തന്നെയാണ് ഏറ്റവും ആദ്യം അവിടെ നിന്ന് വിശ്വാസത്തിൽ വന്നത്. ഒരു ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ആണെങ്കിൽ കോഴഞ്ചേരിയിലേക്ക്, പത്തനാപുരത്ത് നിന്നും കോഴഞ്ചേരിയിലേക്ക് ബസ് കയറി. അങ്ങനെ ബസ് കയറി അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ അവിടെ ഈ എലവന്തിട്ടയിൽ ഒരു പ്രാർത്ഥന. അപ്പൊ നമ്മുടെ സ്റ്റാൻലി പാഷ്, എന്നെ ആത്മീയമായിട്ട് സുവിശേഷ വേല പറയാനൊക്കെ എന്നെ ഒത്തിരി കൂടെ കൊണ്ട് നടക്കുകയും എന്നെ സഹായിച്ച ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടായ്മയിൽ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഈ അമ്മാവനെ ആ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു. അവിടെ പോയി അമ്മാവൻ അന്ന് പോയി പ്രാർത്ഥിച്ച്, എന്റെ അങ്കിൾ അന്ന് അവിടെ പോയി പ്രാർത്ഥിച്ച്, അന്ന് തന്നെ പരിശുദ്ധാത്മ നിറവിൽ അങ്ങ് നിറഞ്ഞ് അന്യഭാഷയിൽ ആരാധിച്ചു. ദൈവം അങ്ങ് തൊട്ടു അദ്ദേഹത്തെ. ഇപ്പം കുവൈറ്റിന്റെ പ്രദേശത്തിലായിരിക്കുന്നു, നല്ലൊരു
ശുശ്രൂഷയൊക്കെ ഉണ്ട്, ജോലിയുള്ള ബന്ധത്തിൽ കുവൈറ്റ് ആയിരിക്കുന്നു. അപ്പം അങ്ങനെ അമ്മയ്ക്ക് 3 ആങ്ങളമാരാണ്, അവര് 3 പേരും വിശ്വാസത്തിലേക്ക് വന്നു. എന്നാൽ ഞാൻ പറയട്ടെ, എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, അമ്മയുടെ പിതാവ് 94 വയസ്സുള്ളപ്പോഴാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. 92 വയസ്സുള്ള സമയത്ത് ഒരു ദിവസം ഞാന് അമ്മയുടെ പിതാവിന്റെ അടുക്കൽ പോയിരുന്നു. ഇപ്പൊ വളരെ വളരെ സൗമ്യനായിട്ട് ഇങ്ങനെ സംസാരിച്ച്, ഞാൻ അന്ന് 92 വയസ്സുണ്ട് അമ്മയുടെ അച്ഛന്. അപ്പം നല്ല മരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ അങ്ങനെ ഒരാഴ്ച നല്ല ഹെൽത്തി മാനാണ്, ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ പോയി അടുത്ത് പോയി ഇരുന്നിട്ട് വളരെ സൗമ്യമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് യേശു ക്രിസ്തുവിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇതാണ് സംഭവം, സത്യം, ഇങ്ങനെയാണ് കാര്യങ്ങള്, ഇങ്ങനെ രക്ഷയെ പറ്റിയൊക്കെ സംസാരിച്ച്, രക്ഷിക്കപ്പെടുന്നതിനെ പറ്റി സംസാരിച്ചു, സ്നാനപ്പെടുന്നതിനെ പറ്റി സംസാരിച്ചു, വളരെ സൗമ്യതയോടുകൂടി ഞാനിങ്ങനെ സുവിശേഷം അറിയിച്ചു. പറയട്ടെ, അന്ന് ഞാൻ അവസാനം ഒരു ശുശ്രൂഷകൻ എന്ന രീതിയിൽ തന്നെ ഞാൻ ചോദിച്ചു രക്ഷിക്കപ്പെടുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ സുവിശേഷം പറഞ്ഞ ഞാൻ പോലും ഞെട്ടുന്ന രീതിയിൽ ആമേൻ പിതാവ് എന്നോട് പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ആമേൻ. അതിനുശേഷം സ്നാനപ്പെട്ടു 2 വർഷത്തിന് ശേഷമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അങ്ങനെ അമ്മയുടെ ഫാമിലി മുഴുവനും ഇപ്പോൾ പത്തനാപുരം അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ വിശ്വാസികളാണ്. എല്ലാവരും ഞങ്ങള് കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുവാൻ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. ഓരോ ഘട്ടങ്ങളും ഓരോ അവസ്ഥകളും ഓരോ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ വെല്ലുവിളികൾ നമ്മുടെ ബൈബിളിൽ നമ്മൾ കാണുന്നത് പോലെ ചന്ദ്രക്ക് മേശക്ക് അഭേദനവനൊക്കെയും ഉണ്ടാകുന്നത് പോലുള്ള വെല്ലുവിളികൾ, നമ്മള് ഈ കർത്താവിനെ തള്ളിപ്പറയേണ്ടതായ അവസ്ഥകളൊക്കെയും മുന്നിലൂടെ പോയി. എന്നാൽ അവിടേക്കും അതിന്റെ മധ്യത്തില് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകി. ആമേൻ. ഇപ്പോഴും അങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെയൊക്കെയും പോകുമ്പോഴും ആമേൻ, ഞാൻ അനേകരെ കണ്ടു, വ്യക്തികളെ പലരെയും കണ്ടു, പക്ഷെ പലരും പിന്മാറ്റത്തിലോട്ടൊക്കെ പോകുന്നത് ഞാൻ കണ്ടു. എന്നാൽ ആമേൻ അല്ലെ, ഇന്നും നമ്മൾ ഈ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം, നമ്മൾ ഒരു വ്യക്തികളെ കണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ നോക്കിയോ ഒരു അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നോക്കിയോ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലേക്കല്ല നമ്മൾ നിൽക്കുന്നത്. പകരം കർത്താവിനെ അറിഞ്ഞു, വചനം സത്യമാണ്, വചനമാണ് സത്യം, വചനത്തെ വിട്ടൊന്നുമില്ല. നമുക്ക് ഏതൊരു കാര്യം വന്നാലും നമ്മളൊരു വ്യക്തിയെ നോക്കുന്നതിന് പകരം ആ വചനത്തെ നോക്കി വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകി. അതാണ് ആമീൻ ദൈവം ഇത്രത്തോളം നിർത്തുവാൻ ഇടയാക്കി തീർത്തത്. ആമീൻ. ഈ ചാനലിലെ പ്രിയ ദേവദാസൻ എന്നോട് 2 മാസം മുൻപേ ആമീൻ ഈ സാക്ഷ്യം പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. പക്ഷെ അതിനുശേഷം എനിക്ക് വലിയ ഒരു പ്രതികൂലത്തിന്റെ ഒരു ഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയി. എന്നാൽ ഞാൻ പറയട്ടെ, അതിന്റെയൊക്കെ മധ്യത്തിൽ അതൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഞാനത് മനസ്സിലാക്കുന്ന അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം എനിക്കൊരു ആമേൻ ശക്തിയേറിയ കൃപ നൽകി പിടിച്ചു നിൽക്കുവാൻ. ഇന്ന് ആമേനിലെ ഈ ഒരു ഇവിടെ ഇങ്ങനെ ഒരു സാക്ഷ്യം, നമുക്ക് ഈ ഒരു സാക്ഷ്യം ഈ ഒരു ചാനലിൽ ഇത് പറയാൻ ലഭിച്ചത്, ഇതിങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം തന്നത്, അത് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയാണെന്ന് തന്നെ ഞാൻ നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന്റെ ആ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചുകൊണ്ട് ഇന്നും എല്ലായിടത്തും മുൻപോട്ട് അങ്ങനെ തന്നെ പോകുവാൻ കർത്താവ് കൃപ നൽകി. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ കുവൈറ്റിന്റെ പ്രദേശത്ത് 2 വർഷം ജോലിയുള്ള ബന്ധത്തില് പോകുവാൻ ഇടയായി. എന്റെ +2 ശേഷം ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്ന് നേഴ്സിംഗ് പഠിക്കുവാൻ കർത്താവ് കൃപ നൽകി. നേഴ്സിംഗ് പഠനത്തിന് ശേഷം പലയിടങ്ങളിലായിട്ട് ജോലി ചെയ്യുവാനൊക്കെയും കർത്താവ് കൃപ നൽകി. അപ്പോൾ തന്നെ ജോലിയോടുള്ള ബന്ധത്തിൽ സുവിശേഷ വേല, ഞാൻ എന്റെ +2 പഠനത്തിന് ശേഷം ഞാൻ മാർക്ക് ലഭിച്ചപ്പോൾ ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. അങ്ങനെ പാസ്സായതിനു ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ബൈബിൾ കോളേജിൽ പോയാലോ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അമ്മയോട് പറഞ്ഞു, നീ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കും, തൊഴിൽ പഠിച്ചിട്ട് തൊഴിലിനോടുള്ള ബന്ധത്തിൽ നീ സുവിശേഷ വേല ചെയ്യും. നീ സുവിശേഷ വേല ചെയ്യണ്ടെന്നല്ല, നീ ചെയ്തോളൂ, പക്ഷെ നീ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെയാണ് ദൈവം എനിക്കൊരു അവസരം നൽകി ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് വന്ന് നേഴ്സിംഗ് പഠിക്കുവാനൊക്കെ കൃപ നൽകി. ഇപ്പോൾ ആമേൻ നേഴ്സിംഗിന്റെ പഠനത്തിന് ശേഷം ഞാൻ പലയിടങ്ങളിലായിട്ട് ജോലിക്കൊക്കെയും പുറപ്പെട്ട് ജോലിയും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെയും പലയിടങ്ങളിലൊക്കെയും ജോലിയൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുവാൻ അങ്ങനെയൊക്കെ പോകുന്ന സമയങ്ങളിലും നമുക്ക് ഏതൊരു അവസരം കിട്ടിയാലും ഏതൊരു അവസരത്തിലും ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ, എവിടെയാണെങ്കിലും നമ്മളൊരു മറ്റുള്ളവരോട് ഒരു സുവിശേഷം പറയുവാനൊക്കെ ഈ കർത്താവ് പല അവസരങ്ങളും നൽകി, പല അവസരങ്ങളും കർത്താവ് ഒരുക്കി, പലരെയും ഗൈഡ് ചെയ്യുവാൻ. ഇപ്പം ഒരു വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ സഭയിലേക്കോ മീറ്റിങ്ങിലേക്കോ ഒക്കെ ഗൈഡ് ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. ചിലപ്പം വെറുതെ കിടക്കുന്ന ഒരു വ്യക്തിയെ പോലും വിളിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴായിരിക്കും ആ വ്യക്തിയിൽ ഒരു വലിയ ഉണർവ് സംഭവിക്കുന്നത്, അതായത് വ്യക്തിയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. അങ്ങനെയൊക്കെയും പല കാര്യങ്ങൾ ചെയ്യുവാൻ, അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കി, കർത്താവ് കൃപ നൽകി. ഞാൻ ജോലിയോടുള്ള ബന്ധത്തിലൊക്കെയും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ്
ഈ കൊറോണയൊക്കെ കടന്നു വന്നു. കൊറോണയുടെയൊക്കെ ആ വലിയ ആ ഒരു ഘട്ടത്തില് ഫസ്റ്റ് വേരിയന്റില് ഞാൻ ഡ്യൂട്ടി പേഷ്യന്റിനെ ഒക്കെ നോക്കുന്ന സമയത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് കൊറോണ വന്ന സമയത്ത് ആ കൊറോണ എനിക്കും പിടിപെട്ടു. അങ്ങനെ ഞാൻ വളരെ കഷ്ടത്തിൽ, വളരെ ഒരു സീരിയസ് ആയിട്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിലായി. അന്ന് ഞങ്ങളിവിടെ ബാംഗ്ലൂർ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ബെഡ് ഇല്ല. ഹോസ്പിറ്റലുകളിൽ നമുക്ക് ബെഡ് കിട്ടുന്നില്ല. ബെഡൊന്നും കിട്ടാതെ വളരെയധികം ഞാൻ ബുദ്ധിമുട്ടി. അങ്ങനെ ഒരു ഇപ്പൊ എല്ലാവരും എന്റെ സുഹൃത്തുക്കൾ ആംബുലൻസിലൊക്കെ അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ ആണെങ്കിലും ഈ ആംബുലൻസിനകത്ത് പേഷ്യൻസുമായിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിന്റെ പുറത്ത് കിടക്കുക. അപ്പൊ ഹോസ്പിറ്റലുകളിൽ ബെഡ് ഇല്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഗവൺമെന്റിലും എവിടെയില്ല സ്ഥലം. ആ ഒരു സമയത്ത് ഞാൻ വളരെയധികം സീരിയസ് ആയിട്ട് വീട്ടില് മാക്സിമം എന്റെ സുഹൃത്തുക്കളൊക്കെ വന്ന് എനിക്ക് IV കാര്യങ്ങളും ഇഞ്ചക്ഷനും ഒക്കെ തന്ന് മാക്സിമം നോക്കി. പക്ഷേ ഓക്സിജൻ മെയിൻറ്റെയിൻ ആകുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പം ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കിനും എന്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ അടുത്തൊരു നല്ലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അവര് എങ്ങനെയോ പ്രവർത്തിച്ച് അവരിലൂടെ ദൈവം അത്ഭുതകരമായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ബെഡും കാര്യങ്ങളൊക്കെ റെഡിയായി. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ കിടന്നു ചികിത്സയൊക്കെ നേടി. ആ സമയങ്ങളിൽ ഞാൻ ഏകദേശം എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഏകദേശം ഒരു മരണത്തെ ഞാൻ മുന്നിൽ കണ്ടു. അപ്പൊ ഞാൻ ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും ഉണ്ടെങ്കിൽ വാക്തത്വങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിറവേറാൻ കിടക്കുന്നെങ്കിൽ നീ എന്നെ ഇവിടുന്ന് സൗഖ്യമാക്കി എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഇല്ല, അതിന്റെ പദ്ധതി ഞാൻ അങ്ങോട്ട് വരാനാണെങ്കിൽ എന്നെ എടുത്തോ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ആ ഒരു ലെവലിലേക്ക് ഞാൻ താന്നുപോയി. എനിക്ക് ഒട്ടും വയ്യാതായി പോയി. അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഒരു മൂന്നാമത്തെ ദിവസം എനിക്ക് ഡിസ്ചാർജ് കിട്ടി. ഞാൻ സൗഖ്യമായി. അങ്ങനെ എനിക്ക് വീട്ടിലേക്ക് മടങ്ങി വരുവാൻ സാധിച്ചു. അപ്പം ഞാനിപ്പോ ഈ ഒരു സംഭവം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അന്ന് എന്റെ ചില സുഹൃത്തുക്കൾ വഴിയൊക്കെയാണ് എനിക്ക് ആ ഹോസ്പിറ്റലിൽ അന്ന് അങ്ങനെ ഒരു അവസരവും കാര്യങ്ങളൊക്കെ ഒരുങ്ങിയത്. അപ്പൊ നമുക്ക് അന്നൊരു പ്രത്യേക ഘട്ടമായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഒരു 2 മാസം മുൻപ് ഞാനിങ്ങനെ ആലോചിച്ചു, അന്ന് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്ത് ആ അവരില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ലായിരുന്നു, അല്ലെ ആ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഞാനിങ്ങനെ ആലോചിച്ച് അതിന് ശേഷം ആഹ് കുറച്ചൊരു ഒരു ഒരു ഒരാഴ്ച കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എൻ്റെ മാതാവിന് ഒരു വലിയ ഒരു സിക്നസ് ഉണ്ടായി. ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് അസുഖം ഭയങ്കരമായിട്ട് അത് നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഘട്ടത്തിലൂടെ പോയി. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് ഇവിടെ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ബാംഗ്ലൂർ ഹോസ്പിറ്റലിലൊക്കെ ചികിത്സകളൊക്കെ കൊടുത്തതിന് ശേഷം ഏറ്റവും നല്ല ചികിത്സയ്ക്കായിട്ട് തന്നെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുപോയി. ട്രിവാൻഡ്രത്ത് കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് നല്ലൊരു ചികിത്സ ലഭിച്ചു. ചികിത്സയ്ക്ക് ശേഷം നമുക്ക് തിരിച്ച് ഇവിടെ എത്താൻ സാധിച്ചു. ഞാൻ വളരെ ചുരുക്കത്തിൽ പെട്ടെന്ന് അത് അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനാണ്. അപ്പൊ ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഞാൻ ഈ ചികിത്സകളൊക്കെ നടന്നിങ്ങനെ ഈ സമയത്ത് ഒരു ദിവസം എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ദൈവമേ, അന്ന് എന്റെ അമ്മേനെ നീ കട്ടിൽ നിന്ന് സൗഖ്യമാക്കിയതാ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് ഈ പണ്ടേ ഇങ്ങനെ സംശയങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ദൈവത്തോട് ചോദിച്ചു, പിന്നെ എന്താണ് ഇപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു സൗഖ്യം നൽകാത്തത്? ഇങ്ങനെ പല പല ചിന്തകൾ എന്റെ ഉള്ളത്തിൽ വരും. അപ്പൊ പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു, ഇന്ന് നിനക്ക് ഒരു ചികിത്സ കൊടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാണ്. കാരണം എന്താണ്, അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ അന്ന് കോഴഞ്ചേരി ആ ഒരു ഹോസ്പിറ്റൽ ആ ഒരു സമയത്ത് അന്ന് ഡോക്ടർമാർ പക്ഷെ പറയുവാണ്, ഇനി ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാഹചര്യം ഇല്ല. അന്ന് നമുക്കൊരു അവസ്ഥ അതിനൊന്നും പറ്റിയൊരു സാഹചര്യം ഇല്ല. അപ്പൊ ദൈവത്തിനറിയാം, അന്ന് ദൈവം അവിടെ ഇറങ്ങി സൗഖ്യമാക്കിയാലേ അമ്മയ്ക്ക് സൗഖ്യമുള്ളൂ. പക്ഷെ ഇന്ന് കർത്താവ് ട്രിവാൻഡ്രത്ത് നമ്മൾ കേരളത്തിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ് കിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നമുക്ക് ചികിത്സ കൊടുക്കുവാനുള്ള രീതിയിൽ ദൈവം നമ്മളെ മാനിച്ചു. പ്രൈസലോ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ ഈ കൊറോണയ്ക്ക് ശേഷം ഓക്കെ ആയതിനു ശേഷം ഞാൻ കുവൈറ്റിലേക്ക് കടന്നുപോയി. അങ്ങനെ കുവൈറ്റിൽ 2 വർഷം ജോലി ചെയ്തു. 2 വർഷം ഞാൻ ജോലി ചെയ്തതിനു ശേഷം അത് ഞാൻ ഇത് ഒരു കോൺട്രാക്ട് പ്രകാരമായിരുന്നു 2 ഇയറിന് പോയത്. 2 ഇയറിന് പോയി. ആ 2 ഇയറിന് ശേഷം ഞാൻ തിരിച്ചു മടങ്ങി വന്നു. അപ്പൊ മടങ്ങി വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, നിന്റെ പദ്ധതി എന്താണ്, ഇനി മുൻപോട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ഇടപെട്ടതിന് പ്രകാരം ഞാൻ ഇവിടെ ഒരു നേഴ്സിംഗ് കെയർ ബിസിനസ്, അതായത് എന്റെ ഇപ്പൊ ഒരു സ്ഥാപനം എനിക്ക് ഇവിടെ ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്യാൻ തക്കവണ്ണം കർത്താവിനെ സഹായിച്ചു. സ്ഥാപനത്തിന്റെ പേര് എക്സോഡസ് നേഴ്സിംഗ് കെയർ എന്നാണ്. അപ്പം അത് ഞാൻ തുടങ്ങി. എനിക്ക് പാരമ്പര്യമായിട്ട് എനിക്ക് ബിസിനസ് പാരമ്പര്യം ഇല്ല. ഞാൻ ഇത് ഇങ്ങനെ പറയുന്നത് എനിക്ക് വലിയ കഴിവുണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലല്ല ഒരിക്കലും. പക്ഷെ ഇതൊരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. അതായത് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നത് പോലെ ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്ത് ജ്ഞാനികളോടുകൂടി ഇരുത്തുമെന്ന് പറയുന്നത് പോലെ കർത്താവ്, ഞാൻ എവിടെ ആയിരുന്നത്, ഞാൻ കോഴഞ്ചേരിയിൽ ഏതോ ഒരു ചേരിയിൽ ഏതോ ഒരു
സ്ഥലത്ത് ഏതോ ഒരു ആരും അറിയാതെ ഒരിടത്തിരുന്ന ഞാൻ, ഏതോ ഒരു സൈഡിൽ ഇരുന്ന ഞാൻ ഇന്ന് ബാംഗ്ലൂർ പട്ടണത്തില് ഇത്രത്തോളം ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു. അപ്പൊ ഞാന് എനിക്ക് ബിസിനസ് അറിയില്ല, ഇങ്ങനെ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്ന് നേഴ്സിംഗ് കെയർ സ്റ്റാർട്ട് ചെയ്തു. പല പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ നേഴ്സുമാരെ പ്രൊവൈഡ് ചെയ്യണം, നേഴ്സുമാരെ സ്റ്റാഫിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പെട്ടെന്ന് ഫോൺ കോളുകൾ വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ലീഡ്സുകൾ വേണം. ഇങ്ങനെ പല ഈ ബിസിനസിന്റെ പല കാര്യങ്ങളും നമുക്ക് വേണം. അപ്പൊ എനിക്ക് വളരെയധികം ഇതിനകത്ത് എന്തുണ്ട്, 2 വർഷം ഞാൻ ഈ ഇന്ത്യൻ നമ്പറെ യൂസ് ചെയ്യുന്നില്ല. 2 വർഷമായിട്ട് എനിക്ക് ഇന്ത്യൻ നമ്പറേ ഇല്ല. അപ്പൊ തിരിച്ച് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ പഴയ ബന്ധങ്ങൾ, കോൺടാക്റ്റുകൾ പലതും ഞാൻ വിളിച്ചാൽ പോലും ആ നമ്പറുകളൊക്കെ സ്വിച്ച് ഓഫാ പലതും. ചെയ്യുന്ന സമയത്ത് സൈഡായിട്ടൊക്കെ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെറുതായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ബന്ധമില്ല, ഒന്നുമില്ല. ഞാൻ ബഥേൽ ഈ ചർച്ചിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. സഭയില് നമുക്കൊരു, ഞാൻ കുവൈറ്റിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം എനിക്ക് ഇവിടുത്തെ ചില പ്രവർത്തനങ്ങൾ, അതിന്റെ ചില ടീം പ്രവർത്തനങ്ങളിലൊക്കെയും അതിലൊക്കെയും ജോയിൻ ചെയ്യുവാനും അതിൽ വളരെയധികം ആക്റ്റീവായിട്ട് ശുശ്രൂഷയിലൊക്കെയും കൂടെ നിൽക്കുവാനൊക്കെയും കർത്താവ് കൃപ നൽകി. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ദിവസം സഭയിൽ കടന്നു വന്ന് ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്, സഭായോഗത്തിൽ ഞാനിങ്ങനെ ആരാധിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ ചെയ്യും, എനിക്ക് അറിയത്തില്ല, ഞാനിത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരാധനയിടയിൽ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ച് ഞാൻ ഇങ്ങനെ ശക്തമായിട്ട് കൈയടിച്ച് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് നേഴ്സുമാരുടെ കോൺടാക്ട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ലീഡ്സുകൾ കിട്ടത്തില്ല. ലീഡ്സുകൾ അതിനകത്തൊക്കെ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോഴത്തേക്കും ഞാനൊരു ശബ്ദം കേട്ടു. അപ്പം ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഞാൻ ഇങ്ങനെ കൈയടിച്ച് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പം ഞാനൊരു ശബ്ദം കേട്ടു. എന്നോട് ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഞാൻ ചില ബന്ധങ്ങളെ തുറന്നു തരുമെന്ന് ഒരു വാക്ക് കർത്താവ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അന്ന് പിന്നെ കണ്ണടച്ച് ഒന്നും നോക്കാതെ ശക്തമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, എന്റെ സുഹൃത്തുക്കൾ ഓൾറെഡി 7-8 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അവര് കഴിഞ്ഞിടയ്ക്ക് എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു, ശരിക്കും ഒരു അതിശയം തന്നെ, നിങ്ങൾ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഇത്രത്തോളം ഒരു വളർച്ച, ഒരു ഗ്രോത്ത് നിങ്ങൾക്ക്. അപ്പം എനിക്ക് പിന്നെ ചെല്ലുന്ന ലീഡ്സുകൾ തരുന്ന വ്യക്തികൾ തന്നെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയാ, എടാ, ഞങ്ങൾക്ക് ഒരു സീസണിൽ ഞങ്ങൾക്ക് ഒത്തിരി ഇത് ഇങ്ങനെ ഡ്യൂട്ടി കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നെ വന്നു നിനക്ക് തരുന്ന സമയത്ത്. ഞാനും അപ്പൊ അതിശയിച്ചു പോയി. അപ്പം ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ പോലും പറഞ്ഞു, ഞാൻ ഇതിങ്ങനെ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരുപക്ഷെ എന്റെ സാക്ഷ്യം ഒരുപക്ഷെ ഒരു ബിസിനസ്സുകാരോ അങ്ങനെ ആരെങ്കിലും കേൾക്കുന്നവരും ഉണ്ടെങ്കിൽ അവർക്കും ഇതൊരു അനുഗ്രഹമാകട്ടെ. കാരണം ഞാൻ ഒരിക്കലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല, ഒരു ഫീൽഡ് ഉള്ള ആളല്ല. പക്ഷെ ഞാൻ വിശ്വാസത്താൽ ചുവട് വെച്ചു, ഒരു ശബ്ദം കേട്ടതിന് പ്രകാരം ഞാൻ സ്റ്റെപ്പ് വെച്ചു. ദൈവം എനിക്ക് വലിയ ഗ്രോത്ത് നൽകി, വലിയ വളർച്ച നൽകി. കർത്താവ് എന്നെ മാനിച്ചു. ഇപ്പോൾ ഞാനൊരു സാലറീഡ് ആയിട്ട് ഒരു പേഴ്സൺ ആയിട്ട് നിന്നെങ്കിൽ ഞാൻ ഏകർക്ക് സാലറി കൊടുക്കുന്ന രീതിയിൽ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ ഇടയായി തീർന്നു. അപ്പം ഇതിന്റെയൊക്കെ മൊത്തത്തിൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇങ്ങനെ വൈകുന്നേരം ആലോചിച്ചു, എന്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ എന്താണ് ഞാൻ പറയേണ്ടത് എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. അപ്പൊ ഞാൻ മൊത്തത്തിൽ എല്ലാം കൂടെ പറഞ്ഞാലും, ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് അവസാനം പറയാനുള്ള ഒരു കാര്യം, ഒരേ ഒരു കാര്യമാണ്, ഇന്നിങ്ങനെ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നിങ്ങനെ നിൽക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വലിയ കരുണയാലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ കരുണ മാത്രമാണ്, നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നും തന്നെ അല്ല. ദൈവം, ആമേൻ, ദൈവത്തിന്റെ കരുണയാല്, മനസ്സലിവാല്, ആമേൻ, പല വെല്ലുവിളികളുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. പലരും നമ്മളെ ഒറ്റപ്പെടുത്തി വിട്ടിട്ട് പോയ സാഹചര്യങ്ങളിൽ പോലും ആമേൻ, അവിടേക്ക് നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നിൽക്കാൻ, ഈ വിശ്വാസത്തിന് വേണ്ടി മുറുകെ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകി. എല്ലാ മനുഷ്യരെയും പോലെ അനേക ചോദ്യചിഹ്നങ്ങൾ നമ്മളുടെ മനസ്സിലും, അനേക ചോദ്യങ്ങൾ, ചില ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുടെ ഒക്കെ ആ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും അതിന്റെയൊക്കെ മുകളിൽ, ഒരു പടി മുകളിലായിട്ട് ആ അതിവിശുദ്ധ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് ഇത്രത്തോളം സമയം നൽകി തന്ന പ്രിയ ദൈവദാസൻ ഡാനിയൽ ജോൺ പാസ്റ്റർ ഞാൻ നന്ദി പറയുകയാണ്. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു നിമിഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ കരത്തിലേക്ക്, ആമേൻ. കർത്താവെ, ഈ സാക്ഷ്യം കാണുന്ന വ്യക്തികളെ എല്ലാവരെയും ഓർത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഹല്ലേലൂയ, എളിയവന്റെ സാക്ഷ്യം ആമേനിലെ കേൾക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിന് വലിയൊരു ബലവും ശക്തിയും അനുഗ്രഹവും കൊടുക്കുമാറാകണമേ. അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെയും തരണം ചെയ്യുവാൻ വേണ്ടുന്നതായ അതിമഹത്തായ ആത്മശക്തി തന്നെ മക്കളുടെ മേൽ പകരുമാറാകണമേ എന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ വലിയ കൃപ പകരണം, ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയ ദേവദാസൻ, ഇതിന്റെ പുറകിലുള്ള ടീം വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ബ്ലസ് ചെയ്യുകയാണ്. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അവിടുന്ന് അത്ഭുതം ചെയ്യാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ കർത്താവിന്റെ ദാസൻ കെവിൻ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവം നടത്തിയ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും പ്രിയ കെവിനോടുള്ളതായ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, ശക്തമായി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, എല്ലാ മേഖലകളിലും വളർച്ച ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കാളികളാകാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചന ചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com